ഇന്നത്തെ ടോപ്പിക് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ജനറൽ ഓഡിയൻസിൽ പൊതുദർശനത്തിൻ്റെ സമയത്ത് ഒരു കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞു. ഡേറ്റ് 5th June 2024. ഈ വർഷം തന്നെ ജൂൺ മാസത്തിലെ 5-ാം തീയതി പോപ്പ് ഫ്രാൻസിസ് ജനറൽ ഓഡിയൻസ്, അതിൻ്റെ സമയത്ത് സൈക്കിൾ ഓഫ് കാറ്റക്കിസിസ്, ഇപ്പോൾ ഓരോ ടോപ്പിക്ക് മാർപ്പാപ്പ പറയുന്നുണ്ടായിരിക്കും. അതിൽ പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞൊരു കാര്യം നമ്മൾ മുമ്പൊരിക്കത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ കയ്യിൽ ഇംഗ്ലീഷിലുള്ള ഇതുകൊണ്ട് മലയാളത്തിലുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പേരിനെ പറ്റി പരിശുദ്ധ പിതാവ് പറയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പേര്, നെയിം ബൈ വിച്ച് ദ ഹോളി സ്പിരിറ്റ് ഇസ് കോൾഡ് ഇൻ ദ ബൈബിൾ. ബൈബിളിൽ പരിശുദ്ധാത്മാവ് വിളിക്കപ്പെടുന്ന പേരിനെ പറ്റി നമുക്ക് ഓരോരുത്തർക്കും, നമുക്കെല്ലാവർക്കും ഒരു പേരുള്ളതുപോലെ പരമപരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ ദൈവിക വ്യക്തിക്കും ഒരു പേരുണ്ട്. മാർപ്പാപ്പ പറയാണ്, the name by which the Holy Spirit is called in the Bible. The first thing we know of a person is their name. ആരെങ്കിലും ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുമ്പോൾ പേരെന്താ? പേരിലൂടെയാണ് പരിചയപ്പെടുക. ഈ പേരെന്തിനൊക്കെ സഹായിക്കുന്നു? ആരെങ്കിലും അഭിസംബോധന ചെയ്യണമെങ്കിൽ, അഡ്രസ്സ് ചെയ്യണമെങ്കിൽ, പിന്നെ മാർപ്പാപ്പ പറയുന്ന കേട്ടോ, ഞാൻ പറയുന്നതല്ല, പിന്നെ ടു ഡിസ്റ്റിങ്വിഷ്, വേർതിരിച്ചറിയാൻ, ഇതാരാണ് ഇതാരാണ്. ഇപ്പോൾ പേര് വഴിയാണ് തിരിച്ചറിയാൻ, അല്ലെങ്കിൽ വേർതിരിച്ചറിയാം. ടു റിമെമ്പർ, ഓർമ്മിക്കാനായിട്ട്. ഒരാളെ ഓർക്കുമ്പോൾ അയാളുടെ പേര്, ഇന്നാൾ പേരല്ലേ ഓർക്കുക. അപ്പോൾ മാർപ്പാപ്പ പറയാണ്, ഇറ്റ് ഈസ് ബൈ ദ നെയിം ദാറ്റ് വി അഡ്രസ് ദം, ദാറ്റ് വി ഡിസ്റ്റിങ്വിഷ് ആൻഡ് റിമെമ്പർ ദം. പേരിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയാണ്. എന്നിട്ട് പറയാണ്, the third person of the Holy Trinity also has a name. മാർപ്പാപ്പ പറയാണ്, പരമപരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ ദൈവിക വ്യക്തിക്കും ഒരു പേരുണ്ട്. എന്നിട്ട് പറയാണ്, സ്പിരിറ്റ് ഇസ് ദ ലാറ്റിനൈസ്ഡ് വേർഷൻ. ലാറ്റിനിലാണ് ഈ സ്പിരിറ്റ് എന്ന് പറയാം, ലാറ്റിനിൽ. എന്നിട്ട് മാർപ്പാപ്പ പറയാണെന്ത്, the name of the Spirit, the one by which the first recipients of revelation knew him, is Ruach. R-U-A-H, Ruach. മലയാളത്തിൽ പറയുമ്പോൾ റൂഹ. സ്പിരിറ്റ് നമ്മൾ ഹോളി സ്പിരിറ്റ് എന്ന് പറയും, പക്ഷെ മാർപ്പാപ്പ ഇവിടെ പറയാണ്, സ്പിരിറ്റ് ഇസ് ദ ലാറ്റിനൈസ്ഡ് വേർഷൻ. ലാറ്റിനിലാണ് സ്പിരിറ്റ് എന്നുള്ള വാക്ക്. അല്ലെങ്കിൽ എന്താ വേണ്ടത്? റുവാഹ്. CCCയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് റുവാഹ്. ബൈബിളിൽ നമ്മൾ കാണുമ്പോൾ പ്രവാചകരും സങ്കീർത്തകരും മറിയവും യേശുവും അപ്പസ്തോലന്മാരും പരിശുദ്ധാത്മാവിനെ റൂഹ എന്ന പദം ഉപയോഗിച്ചാണ് വിളിച്ചിരുന്നത്. ആരൊക്കെ? പ്രവാചകൻ, സങ്കീർത്തകൻ, മറിയം, യേശു, അപ്പസ്തോലന്മാർ. ഇവരൊക്കെ പരിശുദ്ധാത്മാവിനെ എന്താ വിളിച്ചിരുന്നേ? റൂഹ അല്ലേ? റുവാഹ് എന്ന പദം ഉപയോഗിച്ചാണ് വിളിച്ചിരുന്നത്. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് CCCയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്പർ ഏതാ? CCC പാരഗ്രാഫ് നമ്പർ റൂഹ 691. CCC പാരഗ്രാഫ് 691. ഹീബ്രു ഭാഷയിലുള്ള റൂവാഹ് RUAH എന്ന വാക്കിന്റെ തർജ്ജമയാണ് ആത്മാവ് എന്ന പദം. അപ്പോൾ ഹീബ്രുവിലാണ് റുവാഹ് RUAH, റുവാഹ് ഹീബ്രുവിലുള്ള അത്. അപ്പോൾ ലാറ്റിനൈസ്ഡ് വേർഷൻ ആകുമ്പോൾ സ്പിരിറ്റ് എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ പറയുന്നുണ്ട്, പ്രവാചകരൊക്കെ പരിശുദ്ധ അമ്മയടക്കം ഈശോ അടക്കം റുവാഹ് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് റൂഹ. നമ്മുടെ ഈ ആശ്രമത്തിൻ്റെ പേര് തന്നെ ഹോളി റൂഹ. ഹോളി റൂഹായുടെ നാമത്തിലുള്ള ആശ്രമമാണിത്.
ഓക്കെ, അപ്പോൾ ഓൾ ദ മോർ വി വർ ഹാപ്പി, ഇസ്ന്റ് ഇറ്റ്? മാർപ്പാപ്പയുടെ ഇത് ഈ വർഷം തന്നെയാണ്, ജൂണിൽ 5-ാം തീയതി അല്ലേ, കഴിഞ്ഞ മാസം 5-ാം തീയതി. അപ്പോൾ മാർപ്പാപ്പ അത്രയ്ക്കും കാര്യമായിട്ട് പറയാണ്, കർത്താവിൻ്റെ ആത്മാവുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രനായ മനുഷ്യനും സ്വതന്ത്രനായ ക്രിസ്ത്യാനിയെന്ന് മാർപ്പാപ്പ അതിൽ പറയുന്നു. അപ്പോൾ റൂഹ കാറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു സ്വാതന്ത്ര്യമുണ്ട് അല്ലേ. ഈ കാറ്റ് സ്വതന്ത്രമാണ്. ഒരു കുപ്പിയിലടച്ച് വെച്ച് നോക്കാൻ പറ്റില്ല എന്ന് ഇവിടെ മാർപ്പാപ്പ പറയും. കുപ്പിയിലടിക്കാൻ പറ്റില്ല, ബോക്സിലടിക്കാൻ പറ്റില്ല. അപ്പോൾ കാറ്റ് അല്ലെങ്കിൽ വായു അല്ലെങ്കിൽ ശ്വാസം എന്നൊക്കെയാണ് ഈ റൂഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്, അതിലൊരു സ്വാതന്ത്ര്യമുണ്ട്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യം എന്ന് പറയും. മാർപ്പാപ്പ പറയുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ള പരിശുദ്ധ റൂഹായുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രനായ വ്യക്തിയും സ്വതന്ത്രനായ ക്രിസ്ത്യാനിയും. രണ്ടാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് പറയാണ് ശക്തി. ചെങ്കടലിനെ അടക്കം വിഭജിച്ച വലിയൊരു ശക്തിയാണ് പവർ, ദ പവർ ഓഫ് ഹോളി റുവാഹ്. ഹോളി റുവാഹ് എന്ന വലിയ ഹോളി വിൻഡ് ൻ്റെ പവർ. ഹോളി റൂഹ ഒരു വ്യക്തിയാണ്, നല്ല ശക്തിയുള്ള ഒരു വ്യക്തി. 2 കൊറിന്തോസ് 3:17 പറയുന്നത്, എവിടെ കർത്താവിൻ്റെ ആത്മാവുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഈ യഥാർത്ഥ സ്വാതന്ത്ര്യം, നമുക്ക് തോന്നിയത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, യഥാർത്ഥ സ്വാതന്ത്ര്യം, ദൈവമക്കളുടെ സ്വാതന്ത്ര്യം നമുക്കുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഒരു കെട്ടിയിടപ്പെട്ട പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ എന്തോ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ കുറവുണ്ട്. മാർപ്പാപ്പ ഇവിടെ ക്ലിയർ ആയിട്ട് പറയാണ്, ഒരാൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തോടെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അല്ലേ. പരിശുദ്ധ റൂഹായുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവം എന്ത് ഇച്ഛിക്കുന്നോ, എന്ത് ആഗ്രഹിക്കുന്നോ, എന്ത് ഇഷ്ടപ്പെടുന്നോ അത് സ്വാതന്ത്ര്യത്തോടെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഫോഴ്സ് വരുന്ന പോലെയോ അല്ലെങ്കിൽ നിർബന്ധത്താലോ, അതും പറയുന്നുണ്ട്. നിർബന്ധത്താലേ അല്ല, നിർബന്ധം കൂടാതെ നന്മയിൽ ആകൃഷ്ടനായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം. നന്മയിൽ ആകൃഷ്ടനായിട്ട്, ദിസ് ഈസ് ഗുഡ് ഇൻ ഗോഡ് സൈറ്റ്, റൈറ്റ് ഇൻ ഗോഡ് സൈറ്റ്. അപ്പം അങ്ങനെയുള്ള നന്മയിൽ ആകൃഷ്ടനായിട്ട്, ഇത് നന്മയാണല്ലോ, അപ്പം ഞാൻ സ്വാതന്ത്ര്യത്തോടു കൂടി ചെയ്യട്ടെ. വേറൊരു മോട്ടീവും ഇല്ല, വേറൊരു ഉദ്ദേശ്യമില്ല. ഉദ്ദേശ്യശുദ്ധി ക്ലിയറാണ്. എന്തുകൊണ്ടാണ് ഞാൻ സ്വാതന്ത്ര്യത്തോടുകൂടെ പ്രവർത്തിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തോടുകൂടെ ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഒരൊറ്റ കാരണമുള്ളൂ. എന്താണ്? നന്മയിൽ ആകൃഷ്ടനായി, നിർബന്ധം കൂടാതെ നന്മയിൽ ആകൃഷ്ടനായി പ്രവർത്തിക്കുന്നു. മക്കളുടെ സ്വാതന്ത്ര്യം, അടിമയുടെ പോലെയല്ല, മക്കളുടെ സ്വാതന്ത്ര്യം. നമ്മൾ ദൈവത്തിൻ്റെ അടിമയാന്ന് പറയുമ്പോൾ പോലും ദൈവമല്ലേ ആള്, ദൈവത്തിൻ്റെ അടിമയായല്ല, അതിന് വലിയ സ്വാതന്ത്ര്യമാണ് അല്ലേ. നല്ല യജമാന്മാരെ കണ്ടിട്ടില്ലേ? അടിമകളൊക്കെ നന്നായിട്ട് നോക്കും. അങ്ങനെ യജമാനന്മാരുണ്ട്. അപ്പോൾ ദൈവം എന്തുമാത്രം നന്നായിട്ട് നോക്കും. അപ്പോൾ ദൈവത്തിൻ്റെ അടിമയാണെന്ന് അടക്കം പറയുമ്പോൾ എന്താണ്? അതൊരു സേഫ്റ്റിയാണ്, പ്രൊട്ടക്ഷനാണ്. ദൈവത്തിൻ്റെ അടിമയായിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സേഫാണ്. ഒന്നുകൂടി സ്വാതന്ത്ര്യമുണ്ട്, വേറെ ആരും ഉപദ്രവിക്കാൻ വരില്ല. അപ്പോൾ ഈ മക്കളുടെ സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ അതിന് ഹോളി റുഹ, പരിശുദ്ധ റുഹ തന്നെ നിറയണം, പ്രവർത്തിക്കണം. മാർപ്പാപ്പ വളരെ ഇൻട്രസ്റ്റിംഗ്ലി പറയുന്നുണ്ട്, ടു സാങ്ക്ടിഫൈ ദ നെയിം ഓഫ് ഗോഡ് ഇസ് ടു സാങ്ക്ടിഫൈ ആൻഡ് ഓണർ ഗോഡ് ഹിംസെൽഫ്. അപ്പോൾ പരമപരിശുദ്ധ തൃത്വത്തിലെ ഈ മൂന്നാമത്തെ ദൈവിക വ്യക്തിയുടെ പേര് ഹോളി റുവാഹ് തന്നെ, അത് നമ്മൾ അക്നോളജ് ചെയ്യുമ്പോൾ തന്നെ to sanctify the name of God is to sanctify and honor God himself. മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നു ഇവിടെ. അപ്പോൾ ഒരാളുടെ പേര് എന്തിനൊക്കെ കാണിക്കുന്നു എന്ന് ഇതിൽ പറയുന്നുണ്ട്. ആ വ്യക്തിയുടെ ഒറിജിൻ, ആ വ്യക്തിയുടെ ദൗത്യം,
അല്ലേ? ദ പേഴ്സൺ, അബൌട്ട് ദ പേഴ്സൺ, അബൌട്ട് ദി ഒറിജിൻ, അബൌട്ട് ദ മിഷൻ. സോ പേരെന്തോരം ഇമ്പോർട്ടൻ്റ് ആണ്. റിലീജിയസ് ലൈഫിൽ, സന്യാസ ജീവിതത്തിലൊക്കെ പ്രവേശിക്കുമ്പോൾ നമ്മൾ പേര് മാറ്റുന്ന ഒരു കാര്യമാണ്, അല്ലേ? ബൈബിളിൽ തന്നെ നോക്കിയേ, അബ്രഹാം ആയിരുന്നു, പിന്നെ അബ്രാഹമായി, അല്ലേ? സാവൂള് പൗലോസായി, ശിമയോൻ പത്രോസ്. അപ്പം നമ്മുടെ ഈ ദൗത്യം അനുസരിച്ച്, മിഷൻ അനുസരിച്ച് പേരിന് ഒരു മീനിങ് ഫുൾ പേരുണ്ട്. നമ്മുടെ മാമോദീസയിൽ തന്നെ ഒരു പേരിടുന്നു, അതൊരു ഉദ്ദേശത്തോടു കൂടിയാണ്, അല്ല? ഇന്ന് പലരും മാമോദീസയിൽ അടക്കം പലതരം ഒരു മീനിങ് ഇല്ലാത്ത പേരുകളൊക്കെ ഇടാണ്. പേര് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐഡൻറ്റിറ്റി ഓഫ് ദാറ്റ് പേഴ്സൺ, ആ പേഴ്സൻ്റെ വ്യക്തിത്വം, ആ പേഴ്സൻ്റെ ഒറിജിൻ, ആ പേഴ്സൻ്റെ മിഷൻ, ദൗത്യം, അല്ല? ദൈവം തന്നെ പേര് മാറ്റുന്ന സാഹചര്യം. ഇപ്പം ഞാൻ ഗ്രേസ് മരിയ എന്ന് പറയുമ്പോൾ, ഓക്കെ, പരിശുദ്ധ അമ്മ ഫുൾ ഓഫ് ഗ്രേസ് ആണ്, കൃപ നിറഞ്ഞവളാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാനാകുന്ന ഈ ഒരു വ്യക്തിയിൽ ഫുള്ള് ഗ്രേസ് നിറഞ്ഞിട്ട്, പരിശുദ്ധ അമ്മയുടെ അത്ര പറ്റില്ല, ഞാനാകുന്ന വ്യക്തിയിൽ ഫുള്ള് ഗ്രേസ് നിറഞ്ഞിട്ട് പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യമായിട്ട് കുറച്ചെങ്കിലും ഫുള്ളാവാൻ പറ്റിയില്ലെങ്കിൽ, ആ ഒരു കൃപ നിറഞ്ഞ ജീവിതം, കൃപ ഒഴുക്കുന്ന ഒരു ജീവിതം, ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് തരുന്ന കൃപ, പരിശുദ്ധ അമ്മ വിതരണം ചെയ്യുന്ന ആ കൃപ സ്വീകരിച്ച് കൂടെയുള്ളവരിലേക്ക്, മറ്റുള്ളവരിലേക്കൊക്കെ ഒഴുക്കാനുള്ളൊരു ദൗത്യം എനിക്കുണ്ട്. പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പലപ്പോഴും പറയും, എന്തോരം എന്തോരം ആൾക്കാരെ മാരക പാപത്തിൽ കഴിയുന്നത്, 10 കൽപ്പനകളൊക്കെ ലംഘിച്ച് എത്ര പേരാണ് കഴിയുന്നത് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ കൂടുതൽ കൃപ സ്വീകരിച്ചിട്ട് അവരിലേക്കൊക്കെ ഒഴുക്കി വേണം നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാനായിട്ട്. അവർക്ക് നേരിട്ട് വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളും കൂടി അവർക്ക് വേണ്ടി വാങ്ങിച്ച്, അല്ലേ? മൊണാസ്റ്റിക് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടി ഒരു മധ്യസ്ഥം വഹിക്കുകയാണ്. കർത്താവേ, അവർക്ക് തെറ്റിപ്പോയി, സാരില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നില്ല, ഞങ്ങളാലാവുന്നത് ചെയ്യാൻ കർത്താവേ എന്ന് പറയില്ല. അപ്പോൾ പേര് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരുണ്ട്, നിങ്ങളുടെ പേരിൻ്റെ മീനിങ്, പേരിൻ്റെ ആ ഒരു ദൗത്യം. അപ്പോൾ നമുക്ക് തന്നെ ജീവിതത്തിൽ ഒരു സെൻസ് ഓഫ് പേർപ്പസ് ഉണ്ടാവും, ഒരു ഉദ്ദേശ്യം ഉണ്ടാവും. ഇന്ന പേര് ഞാൻ ജീവിക്കണം, ഇതാണ് എൻ്റെ റോള്, ഇതാണ് കർത്താവ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എല്ലാ നന്മകളും ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നിലൂടെ പ്രാവർത്തികമാകേണ്ട ആ നന്മ എന്താണ്, അത് ഞാൻ ചെയ്യട്ടെ. പരമപരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ ദൈവിക വ്യക്തിയുടെ പേര്, അല്ലേ? ഹോളി റുവാഹ്, പരിശുദ്ധ റുഹ. ഓക്കെ, പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുകയാണ്, പെന്തക്കുസ്താ ദിനത്തിൽ നമ്മൾ വായിക്കും, കൊടുങ്കാറ്റടിക്കുന്ന പോലെയുള്ള ഒരു ശബ്ദം. എന്നിട്ട് ഇവിടെ പറയാണ്, വെറുതെ ഒന്നല്ല, റഷ് ഓഫ് എ മൈറ്റി വിൻഡ് എന്ന് പറഞ്ഞത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തില്. റഷ് ഓഫ് എ മൈറ്റി വിൻഡ് എന്നാണ്, കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലെയുള്ള, അടിക്കുകയാണ്. അത് സിംബോളിക്കായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയൊരു ശക്തിയുള്ള, അല്ലെങ്കിൽ നല്ല പവർഫുള്ളായിട്ടുള്ളൊരു പ്രസൻസ് തന്നെയാണ്. പെന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലൊരു ശബ്ദം പെട്ടെന്ന് ആകാശത്തുണ്ടായി, അതവിടെ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നവർ കണ്ടു. മാർപ്പാപ്പ ഇവിടെ എന്താ പറയണെന്നറിയോ? മാർപ്പാപ്പ പറയാണ്, ഇറ്റ് ഈസ് നോട്ട് ബൈ ആക്സിഡന്റ് ദാറ്റ് at Pentecost the Holy Spirit descended upon the apostles accompanied by the rush of a mighty wind. വെറുതെ ആക്സിഡൻ്റലായിട്ട് വന്നതല്ല. ഇറ്റ്സ് നോട്ട് ബൈ ആക്സിഡൻറ്റ് റഷ് ഓഫ് എ മൈറ്റി വിൻഡ് എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് മാർപ്പാപ്പ പറയാണ്, ഇറ്റ് വാസ് ആസ് ഇഫ് ദ ഹോളി സ്പിരിറ്റ് വാണ്ടഡ് ടു പുട്ട് ഹിസ് സിഗ്നേച്ചർ ഓൺ വാട്ട് വാസ് ഹാപ്പനിങ്. നമ്മൾ സിഗ്നേച്ചർ ഇടുമ്പോൾ നമ്മുടെ പേരിനോടനുബന്ധിച്ചിട്ടല്ലേ, അല്ലേ? ഇപ്പം എൻ്റെ പേര് ഗ്രേസ് മരിയ എന്നാണെങ്കിൽ സിഗ്നേച്ചറിൽ അതിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പരിശുദ്ധ റുഹ, ഹോളി റുഹ വാണ്ടഡ് ടു പുട്ട് ഹിസ് സിഗ്നേച്ചർ, ഒപ്പ്,
ഒപ്പിടണം. എങ്ങനെ? പേര് ഹോളി റുവാഹ് എന്നല്ലേ? അപ്പൊ ആ കാറ്റായി വന്നിട്ട് ഒപ്പിടുക, സിഗ്നേച്ചർ. എൻ്റെ പേര് ഇതാട്ടോ, ഈ പേരിനാൽ ഞാൻ ഒപ്പിടുകയാണ്. റുവാഹ്, മൈ നെയിം ഈസ് ഹോളി റുവാഹ്. ഞാൻ പറഞ്ഞതല്ല, മാർപ്പാപ്പ പറഞ്ഞതാ. ഇറ്റ് വാസ് ആസ് ഇഫ് the Holy Spirit wanted to put his signature on what was happening. Isn't it interesting? Yes. നമ്മൾ കുറേ മുമ്പ് ഇത് പറഞ്ഞിരുന്നു അല്ലേ? ഈ ആശ്രമത്തിൻ്റെ പേര് ഇടുന്ന ആ അവസരത്തിൽ 2017 എന്ത് പേര് വേണം? ഹോളി സ്പിരിറ്റ് മതിയോ? അപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുമായിരുന്നു, ഹോളി സ്പിരിറ്റ്, ഹോളി റുവാഹ് എന്ന് തന്നെ വേണം, റുവാഹ്. ഈ യുഗാന്തി സഭയിലെ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റും കൊടുങ്കാറ്റൊക്കെ വീശണം. കുപ്പിയിലൊന്നും അടച്ചു വയ്ക്കാൻ പറ്റില്ല എന്ന് മാർപ്പാപ്പ പറയാം. അതേ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. മാർപ്പാപ്പ പറയാണ്, നമുക്കൊരു കുപ്പിക്കുള്ളിൽ അടച്ചു വയ്ക്കാനാവില്ല എന്നതാണ് കാറ്റിൻ്റെ പ്രത്യേകത. കാറ്റിന് കുപ്പിക്കുള്ളിൽ അടച്ചു വയ്ക്കാൻ പറ്റില്ല, അത് സ്വതന്ത്രമാണ്. ചിലപ്പോൾ സയൻറ്റിസ്റ്റൊക്കെ ലബോറട്ടറിയിലൊക്കെ ഓരോന്ന് ചെയ്യാൻ നോക്കിയെന്ന് വരും. പക്ഷെ നമുക്കിങ്ങനെ ഒരു കുപ്പിയും കൊണ്ട് പോയി ഇങ്ങനെ പറ്റില്ല. മാർപ്പാപ്പ പറയാണ് അത് സ്വതന്ത്രമാണ്. ബൈബിളിൽ ഒരു വ്യക്തിയുടെ ജനനത്തെയോ ദൗത്യത്തെയോ സൂചിപ്പിക്കുന്നതിനാണ് പേരുപയോഗിക്കുന്നത്. യേശുവും ആത്മാവിനെ സ്വാതന്ത്ര്യമായി ബന്ധിപ്പിക്കുന്നുണ്ട്. ഇനി നിക്കോദേമസിനോട് പറയുന്ന കാര്യം അല്ലേ? നിക്കോദേമസിനോട് പറയുന്നുണ്ട്, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്ന് എവിടേക്ക് പോകുന്നെന്ന് നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. കാറ്റിൻ്റെ പ്രത്യേകത. ഒരാൾ നന്നായിട്ട് സ്പിരിച്വൽ ലൈഫിൽ ഇംപ്രൂവ് ആവുന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ഒരു സ്വഭാവം. എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല. ശബ്ദം കേൾക്കാനുണ്ട്. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും.